ഹായ്, ഇത് സ്ക്രാപ്പിൽ നിന്നെടുത്ത സോളാർ പാനലാണ്. ഇത് ഉപയോഗിച്ച് ഒരു വീട്ടില് ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയും അതിന്റെ ഒരു ഇൻഫർമേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ചേട്ടാ, ഈ പാനൽ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് സ്ക്രാപ്പിൽ നിന്ന് എടുത്തതാണ്. സ്ക്രാപ്പിൽ നിന്നെടുത്ത് അത് പിന്നീട് റിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, ഞാൻ ജസ്റ്റ് അത് വാഷ് ചെയ്തു, സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇത് വോൾട്ടേജ് വരുന്ന വോൾട്ടേജ് ഞാൻ ഓരോ പാനലായിട്ട് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഇതിനപ്പം വളരെ കുറഞ്ഞ കോസ്റ്റിലേ ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ നിലവില് പാനൽ എനിക്ക് ലഭിച്ചത് 1000 രൂപ വെച്ചിട്ടാണ് ഒരു പാനൽ. ബാക്കി ബാറ്ററിയും കാര്യങ്ങളും യൂണിറ്റും ഒക്കെ ബാറ്ററി ലിഥിയം കുറച്ച് പഴയ ബാറ്ററി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ബാറ്ററി പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇൻവെർട്ടറും അതുപോലെ തന്നെ ഒരു പഴയ ഇൻവെർട്ടർ എടുത്തു. MPPT എന്ന് പറയുന്ന സോളാറിനെ കൺവേർട്ട് ചെയ്യുന്ന സാധനം പുതിയത് ഓർഡർ ചെയ്ത് വാങ്ങി. അത് മാത്രം പുതിയതായിട്ട് ഓർഡർ ചെയ്ത് അത് കൺട്രോളിംഗ് യൂണിറ്റ് ആയിട്ട്. ചേട്ടാ, ഈ ഒരു പാനൽ എത്ര വോൾട്ടേജ് ആണ്? ഈ ഒരു പാനൽ 24 വോൾട്ട് ആണ് പാനല്. അതിൽ 31 വോൾട്ടോളം വരും. ഔട്ട് നോക്കുകയാണെങ്കിൽ 31 വോൾട്ടോളം വരും. ഇപ്പൊ നിലവിൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 3 പാനലിനെ പാരലായും പിന്നെ ഈ 2 പാനലിനെ പാരലായും കണക്ട് ചെയ്തിട്ട് അത് തമ്മിൽ സീരിയൽ ചെയ്തിരിക്കുകയാണ് ശരിയാണ്. 2 പാനൽ ബന്ധിപ്പിച്ച് ഒരു യൂണിറ്റ് പോലെ ആക്കിയിട്ട് അതിനെ പിന്നെ സീരിയൽ കണക്ഷനായിട്ട് PPT-ലേക്ക് പോവുകയാണ്. ചേട്ടാ, ഈ പാനലിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് എത്ര വോൾട്ടേജ് ഉണ്ടാവും? ടോട്ടൽ ഔട്ട്പുട്ട് 62 വോൾട്ടാണ് സാധാരണ വരുന്നത്. പിന്നെ ഡിപ്പെൻസ് വെയിലിനനുസരിച്ച് ഈ 5 പാനൽ കൊണ്ട് നമുക്ക് വീട്ടില് ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ അത്യാവശ്യം എല്ലാം നടക്കുന്നുണ്ട്. അതായത് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എത്ര mAh? അത് ഒരു യൂണിറ്റിന്റെ അളവ്? അത് 24 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററി പാക്ക് ആണ്. അതിന് എത്രത്തോളം കപ്പാസിറ്റി? അങ്ങനെ അതിപ്പോ നിലവിലെ അവസ്ഥ എന്ന് വെച്ചാല് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ സോളാറും പ്ലസ് ബാക്കപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ KCB-യിലേക്ക് ആക്കാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് MPPT-ന്ന് KCB-യിലേക്ക് മാറാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബാറ്ററി ബാക്കപ്പ് കുറയുന്ന സമയത്ത് ഈ യൂണിറ്റ് തന്നെ നോർമൽ KCB-യിലേക്ക് മാറിയല്ലേ? നമ്മള് മാനുവലായിട്ടൊന്നും ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചേട്ടൻ മുമ്പ് ഈ സോളാർ പാനലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂണിറ്റ് എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള സോളാർ ഇൻസ്റ്റാൾ ചെയ്തുള്ള പരിചയമൊന്നുമില്ല. ഇതിപ്പോ ഒരിടത്ത് ഇങ്ങനെ കുറച്ച് പാനൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആസ്മയായിട്ട് പോയി എടുത്തതാണ്. കുറച്ച് പാനലുകൾ കിട്ടിയപ്പോൾ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ ഇവിടെ കൊണ്ട് വച്ചിരുന്നു. അത് കഴിഞ്ഞ് എടുത്ത് വെയിലത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ച് കണക്ട് ചെയ്ത് നോക്കി. അപ്പൊ സക്സസ് ആയി. അങ്ങനെ വെച്ചതാണ്. അങ്ങനെ കണക്ട് ചെയ്തു. ഇത് വർക്കിംഗ് കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ചേട്ടാ, ഈ ഒരു വീട്ടില് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മുമ്പ് KCB-യിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്രത്തോളം കറണ്ട് ചാർജ് ഉണ്ടായിട്ടുണ്ട്? പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എത്രത്തോളം അതിൽ കറണ്ട് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇവിടെ മുമ്പും വലിയ രീതിയിലുള്ള കറണ്ട് ബില്ലൊന്നും വന്നുകൊണ്ടിരുന്നില്ല. ഏകദേശം 1600 1700 റേഞ്ചിലായിരുന്നു കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോ അത് 300-350 മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ചേട്ടാ, ഈ സോളാർ പാനലിൽ നിന്ന് വോൾട്ടേജ് വന്നിട്ട് ഏത് യൂണിറ്റിലേക്കാണ് ആദ്യം എത്തുന്നത്? ഇതിപ്പോ ആദ്യം MPPT എന്ന് പറയുന്നത് സോളാർ ചാർജ് കൺട്രോളർ ആണ്. ഇതിൽ വന്നതിന് ശേഷം അതിനെ നേരെ വന്ന് ബാറ്ററിയിലേക്ക് ചാർജിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ ഇതിൽ നിന്ന് ബാക്കപ്പ് കിട്ടുകയും അതിൽ ആ സമയം തന്നെ ഇതിൽ നിന്ന് ലോഡ് എടുക്കും. സോളാറിൽ നിന്ന് ലോഡ് എടുക്കുന്നുണ്ട്, ബാറ്ററിയിൽ നിന്നുള്ളത് എടുത്തിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ഇൻവെർട്ടറിന് വേണ്ട 24 വോൾട്ടേജ്. ഇതായത് ഈ MPPT സോളാർ പാനലിന്റെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ, അതാണ് മെയിൻ പർപ്പസ്. ഇതിന്റെ സോളാർ സെക്ഷൻ ആണ് ഇത്. നോക്കുക, പാനലിന്റെ സെക്ഷൻ. അതിനുശേഷം ഇതിൽ നിന്ന് ബാറ്ററിയിലേക്കുള്ള ചാർജിങ് MPPT ആണോ നോക്കുന്നത്? അതെ, MPPT ആണ് ചാർജിങ് ചെയ്യുന്നത്, ചാർജ് കൺട്രോൾ ചെയ്യുന്നത്. വോൾട്ടേജിനെ കൺട്രോൾ ചെയ്ത് ചാർജ് ചെയ്യുന്നത് MPPT ആണ്. ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് നമുക്കിപ്പോ ഒന്ന് ചെക്ക് ചെയ്ത് കാണാൻ പറ്റുമോ? ചെക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പൊ നിലവിൽ ഇത് 65 വോൾട്ടേജ് ഉണ്ട്. കാര്യം വെയിൽ ഇപ്പൊ നല്ല പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് ഇത് 65 വോൾട്ട് കാണിക്കുന്നത്. ചേട്ടാ, ഈ കൺട്രോൾ യൂണിറ്റ് സോളാർ പാനലിൽ നിന്ന് കറണ്ട് ഇവിടെ വന്നതിന് ശേഷം അടുത്തത് ഇൻവെർട്ടറിലേക്കാണോ കൊടുക്കുക? അടുത്തത് നേരെ ബാറ്ററിയിലേക്ക് ചാർജിങ്ങിനായും പോകുന്നുണ്ട്, അതേസമയം തന്നെ ഇൻവെർട്ടറിലേക്കും കൊടുത്തിട്ടുണ്ട്. രണ്ടുകൂടെ പാരലായിട്ട് ഇൻവെർട്ടറിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കും. അപ്പം ബാറ്ററിയുടെ ബാക്കപ്പില്, അതായത് ഡയറക്റ്റ് കറണ്ട് പാനലിൽ നിന്ന് വരുന്ന സമയത്ത് ഔട്ട്പുട്ട്, അതായത് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നത്, ഡയറക്റ്റ് കറണ്ട് കൊടുക്കുന്നതും സ്വിച്ച് ചെയ്യുന്നത്, ബാറ്ററിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതൊക്കെ ഈ MPPT ആണ്. അതെ അതെ അതെ. ഈ ഇൻവെർട്ടർ എന്താണ് ചെയ്യുന്നത്? ഇൻവെർട്ടർ വരുന്ന DC വോൾട്ടേജിനെ, അതായത് ബാറ്ററിയിൽ നിന്ന് വരുന്ന DC വോൾട്ടേജിനെ 230 വോൾട്ട് AC ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതില് ബാറ്ററിയുടെ പ്രോസസ് എങ്ങനെയാണ്? ബാറ്ററി അതിൽ എന്താണ് ചെയ്യുക വർക്കായിട്ട്? ബാറ്ററി ഇത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററി ആണ്. ചേട്ടാ, ഈ ബാറ്ററി പാക്ക് എത്രത്തോളം സേഫ് ആണ്? ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്? ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് എഫിഷ്യൻസി ഉള്ള ബാറ്ററിയാണ്. നിലവില് സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ലിഥിയം അയൺ ബാറ്ററി വെച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പാക്ക് ചെയ്തില്ല എങ്കിൽ ഇത് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ ഇതിനകത്ത് BMS മോഡ്യൂൾ വെച്ച്
കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് മെഷർ ചെയ്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വലുതായിട്ട് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. BMS സേഫ്റ്റി സർക്യൂട്ട് ഉണ്ടാവും അല്ലേ? സേഫ്റ്റി സർക്യൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഹീറ്റ് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആയിക്കോളും. കട്ട് ഓഫ് ആക്കും. ചേട്ടാ ഈ ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കേജ് ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്തെടുത്താണ്? അതെ 24 വോൾട്ടിന്റെ BMS മോഡിയിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. സ്വന്തമായിട്ട് ചെയ്ത് സോളാറിൽ ഉൾപ്പെടുത്തിയേക്കാണ്. അതെ. ഈ MPPTക്ക് എത്ര രൂപയായി കാണും? ഇതിന്റെ ഒരു ചെലവ് എന്താണ്? ഇതിപ്പോ നിലവില് 6500 രൂപയാണ്. ചേട്ടാ ഇങ്ങനെ ഒരു സോളാർ സിസ്റ്റം വീട്ടിൽ അസംബിൾ ചെയ്തെടുക്കാനായിട്ട് ചേട്ടൻ എവിടെ നിന്നാണ് ഇതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്? ഞാൻ ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം. സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ സേഫ്റ്റി പ്രൊസീജിയർ എല്ലാം നോക്കി തന്നെ? അതെ സേഫ്റ്റി പ്രൊസീജിയർ എല്ലാം നോക്കി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ചേട്ടാ ഇപ്പൊ പാനൽ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത് മറ്റ് യൂണിറ്റുകളെല്ലാം പുതുതായിട്ട് മേടിച്ച് ബാറ്ററിയും ചേട്ടൻ സ്വന്തമായിട്ട് തയ്യാറാക്കി സോളാർ പാനൽ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷണാർത്ഥം ചെയ്തേക്കുവാണ്. അതെ ഇപ്പൊ നിലവിൽ ഇത് പരീക്ഷണാർത്ഥം ചെയ്തതാണ്. ഇപ്പൊ ഒരു 3-4 മാസം കൊണ്ട് ഇതിലെ ഔട്ട്പുട്ട് എത്ര കിട്ടുന്നുണ്ട്, KCB ലാഭം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഇലക്ട്രീഷ്യന്റെ സഹായത്തോടെ കറക്റ്റ് ആയിട്ട് വയർ ചെയ്ത് എല്ലാം കൊടുക്കും. കറക്റ്റ് ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മേളിൽ സ്റ്റാൻഡ് അടിച്ച് സോളാർ സെറ്റ് ചെയ്യാനുണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് നിലവിലെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറ്റ് പ്രശ്നങ്ങളുണ്ടോ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും. ഈ ഒരു വീട്ടിലെ അത്യാവശ്യം എല്ലാ ഉപകരണങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ചേട്ടാ ഇപ്പൊ നിലവില് കറണ്ട് ബില്ല് കൂടുതലായിട്ട് പവർ കൺസെപ്ഷൻ അധികമായിട്ടുള്ള വീടുകളിലൊക്കെ ഈ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം? സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എപ്പോഴും കറണ്ട് ബില്ല് കൂടുതലുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ആവും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ ഒരു 5000 അതിന് മേളിലോ കറണ്ട് ബില്ലുള്ളവർക്ക് പുതിയതെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് വരുള്ളൂ. അല്ലാത്തവർക്ക് മിക്കവാറും നഷ്ടമാവാനാണ് ചാൻസ്. കാര്യം ഇതിന്റെ ഇനിഷ്യൽ എമൗണ്ട് വളരെ കൂടുതലായതുകൊണ്ട് മുടക്കേണ്ടി വരും. ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു എമൗണ്ടിനകത്ത് മുടക്കേണ്ടി വരുന്നതുകൊണ്ട് പുതിയതെടുത്ത് ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് കൂടുതലുള്ളവർക്ക് അത് ബെനിഫിറ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റ്. എനിക്ക് പോലും ഇത് ബെനിഫിറ്റ് അല്ലായിരുന്നു പുതിയതെടുത്ത് ചെയ്യുകയാണെങ്കിൽ. പഴയത് കിട്ടിയത് കൊണ്ട് ബെനിഫിറ്റ് ആയിട്ട്. സ്ക്രാപ്പിൽ നിന്ന് പാനൽ എടുത്ത് ഒരു സോളാർ സിസ്റ്റം വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷണാർത്ഥം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രോപ്പർ ആയിട്ട് എല്ലാം വർക്ക് ആകുന്നുണ്ട്. പ്രോപ്പർ വേയിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ചേട്ടാ ഈ ഇലക്ട്രിക്കൽ നോളജ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെ സെക്കൻഡ് പാനലൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? നിലവില് ഈ മാർക്കറ്റ് പ്ലേസിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസ് OLX ഒക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ പാനൽ സെക്കൻഡ് ഒത്തിരി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടറുകളും സെക്കൻഡ് ലഭ്യമാണ്. ഇൻവെർട്ടറും സെക്കൻഡ്? അതെ ഇൻവെർട്ടറിന്റെ ലഭിക്കുന്നു. ഇൻവെർട്ടറിന്റെ 4/1 വേണം പാനൽ എന്നാണ് നിലവിലെ കണക്ക്. 4/1? അതെ നിലവിൽ ഇതിന്റെ പാനലും ഇൻവെർട്ടറും എല്ലാം നിലവിൽ സെക്കൻഡ് കിട്ടുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ പാനലും ഇതെല്ലാം എടുത്തിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ അസംബിൾ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ ബാറ്ററി നോർമൽ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ വാങ്ങി ചെയ്യുകയാണെങ്കിലും പുതിയത് എടുക്കുന്നതിന്റെ ഏകദേശം പകുതിയിൽ താഴെ റേറ്റിൽ നമുക്ക് നിർത്താൻ കഴിയും. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നല്ലത് നോക്കി സെലക്ട് ചെയ്തെടുക്കണമെന്ന്. പക്ഷെ ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ട് സ്വന്തമായിട്ട് നോളജ് ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അതെ പിന്നെ കൂടുതലും ഒരുവിധം നോളജ് ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഒക്കെ സഹായത്തോടു കൂടി കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ചെയ്ത് എല്ലാം ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടെക്നീഷ്യന്റെ സഹായം തരുന്നത് നന്നായിരിക്കും. ഞാനിപ്പോ അങ്ങനെ ഒരാളെ വിളിച്ച് ഡീറ്റെയിൽ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സോളാർ ചെയ്യുന്ന ഒരാളെ വിളിച്ച് ജസ്റ്റ് അതിന്റെ അവസാന നിമിഷം ഒന്ന് വിളിച്ച് കാണിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പ്രോപ്പറായിട്ട് ടെക്നീഷ്യൻ തന്നെ ഓരോന്നിനും അതിന്റെ സോളാർ ഇൻസ്റ്റാളേഷൻ ടെക്നീഷ്യൻ തന്നെ കറക്റ്റ് ആയിട്ട് നോക്കി അതിന്റെ യൂണിറ്റും കാര്യങ്ങളും എല്ലാം വിലയിരുത്തി ഒരു പ്രോപ്പർ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതായിരിക്കും. അപ്പോഴും അതാണ് നല്ലത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുള്ളിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. ചേട്ടാ ഈ ലിഥിയം അയൺ ബാറ്ററി പാക്കേജ് ചേട്ടാ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയാണ് സ്വന്തമായിട്ട്? ഇപ്പൊ കുറച്ച് പഴയ ബാറ്ററികൾ എടുത്തു. പഴയ ബാറ്ററികൾ സംഘടിപ്പിച്ച ഇതിപ്പോ ഇതുപോലെയുള്ള ഇതിപ്പോ ഇതാണ് വണ്ടിയിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ നിന്ന് പഴയത് എടുത്ത ശേഷം അതിൽ നല്ല ബാറ്ററികൾ സെലക്ട് ചെയ്ത് കറക്റ്റ് കറണ്ട് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിനെയാണ് പാക്കാക്കി മാറ്റിയത്. നിലവിലിപ്പോ ഇതിലും ബാറ്ററികൾ വർക്കിംഗ് ആണോ? അത് എടുത്തതിന് ശേഷം ബാക്കി വന്ന കുറച്ച് ബാറ്ററികളാണ്. ഇതിലും വർക്കിംഗ് ബാറ്ററികളുണ്ട്. ഇതിനെ വെച്ചിട്ട് നമ്മുടെ വെൽഡിംഗ് മെഷീൻ സ്പോട്ട് വെൽഡിംഗ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് പഴയ ബാറ്ററിയാണ്. ഇതിലിപ്പോ നിലവിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വെൽഡ് ചെയ്ത് ബാറ്ററികൾ തമ്മിൽ ചേർത്ത് അതിൽ BMS കണക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സീരിയൽ കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ ഇതിൽ വരിക? ഇത് പാരലും ഉണ്ട് സീരിയലും ഉണ്ട്. അതായത് 24 വോൾട്ടിന് വേണ്ട പാരലും സീരിയൽ കണക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചെടുക്കുകയാണ്. വോൾട്ടേജിന് വേണ്ടിയിട്ട് സീരിയൽ കണക്ഷനും ചെയ്യും.
കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാരൽ കണക്ഷൻ ചെയ്യാൻ. ഇതിൽ ഒരു സെൽ എത്ര വോൾട്ടേജ് ആണ്? ഒരു സെല്ല് 4.2 വോൾട്ടേജ് ആണ്. 4.2 വോൾട്ടേജ്. ഇതാണ് അതിന്റെ ഒരു സെല്ല് ഇതാണ്. ഇത് നമുക്ക് മൾട്ടിമീറ്ററിൽ നോക്കിയാല് അതിന്റെ ഒരു വോൾട്ടേജ് ഇതിപ്പോ യൂസ് ചെയ്ത് വെച്ചിരുന്ന ബാറ്ററി ആയതുകൊണ്ട് മിക്കവാറും ഫുൾ വോൾട്ടേജ് കാണണമെന്നില്ല. എന്നാൽ ഏകദേശം ഇപ്പൊ 3.7 വോൾട്ടേജ്. 3.7 വോൾട്ടേജ്. അപ്പൊ ഇത്തരത്തിലാണ് ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കേജ് നമ്മുടെ ആവശ്യത്തിനായിട്ട് തയ്യാറാക്കി എടുക്കുന്നത്. അതെ ഇത് നമുക്ക് സോളാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. അതെ, വേണമെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം. ബാറ്ററി വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. തയ്യാറാക്കിയിട്ടുണ്ട്. ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് പുതിയ ബാറ്ററി ഇങ്ങനെയുള്ള യൂസിന് പുതിയ ബാറ്ററി എടുത്തിട്ട് അതിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ അല്ലെങ്കിൽ പഴയ ബാറ്ററി എടുക്കുകയാണെങ്കിൽ അതിന്റെ കറക്റ്റ് നമ്മുടെ അതിന്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം കപ്പാസിറ്റി ടെസ്റ്റർ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഒരു സേഫ്റ്റി BMS സർക്യൂട്ട് ഒക്കെ BMS സർക്യൂട്ട് നല്ല കമ്പനിയുടെ നോക്കി നല്ല സേഫ്റ്റി ഉള്ളത് നോക്കി വാങ്ങുന്നതാണ് ഇപ്പോഴും നല്ലത്. കട്ട് ഓഫ് കറക്റ്റ് ടൈം കട്ട് ഓഫും ഉള്ള